റൈറ്റ്. സോ മെഷീൻ ലേണിംഗ് നമ്മൾ പഠിക്കുമ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുമ്പം നമുക്ക് ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാമിംഗ് നമുക്കൊരു പ്രൊഫഷ്യൻസി നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി വേണം. സോ ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുവാണ്, നിങ്ങളുടെ ഡൗൺലോഡ്സിൽ കിടക്കുന്ന ഫയൽസ് എല്ലാം എവറി വീക്ക് എല്ലാ വീക്കിലും ഡിലീറ്റ് ആവണം ഓട്ടോമാറ്റിക്കായിട്ട്. സോ അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൈത്തൺ സ്ക്രിപ്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. സോ ആ ഒരു ലെവൽ ഓഫ് നോളജ് നമുക്കുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് സൈഡ് നമുക്ക് ഏകദേശം ഓക്കെ ആണെന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ അൽഗോരിതം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിൻ്റെ കൺസെപ്റ്റുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുന്നേ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യലായിട്ടുള്ള മാത്തമാറ്റിക്സ് കൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് കോഴ്സുകളിൽ ഇതുവരെ പഠിച്ച ഒരു തിയററ്റിക്കൽ രീതിയിലല്ല, ഒരു ആപ്ലിക്കേഷൻ പെർസ്പെക്റ്റീവിൽ അതിൻ്റെ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പം ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ 4 ഏരിയാസിൽ നിന്നാണ് മെയിനായിട്ടും കൺസെപ്റ്റുകൾ ഡേറ്റാ സയൻസിന് അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ്, ലീനിയർ ആൾജിബ്ര, പ്രോബബിലിറ്റി, പിന്നെ കാൽക്കുലസ്. ഓക്കെ. സോ ഇതിൽ നമുക്ക് ഈ 4 ഏരിയാസിലും നമുക്ക് കുറേ കൺസെപ്റ്റുകളും കീ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ പൊതുവേ നമുക്ക് മാത്തമാറ്റിക്സ് നമ്മൾ ഈ പറയുന്ന ഡേറ്റാ സയൻസ് മെഷീൻ ലേണിങ്ങിൽ കാണുമ്പം ബിഗിനർ ലെവലിൽ പലർക്കും കൺഫ്യൂസ്ഡ് ആവാൻ അല്ലെങ്കിൽ അവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് നൊട്ടേഷൻസാണ്. മാത്തമാറ്റിക്സിൻ്റെ ആ ഒരു എഴുതുന്ന കുറച്ച് ഇക്വേഷൻസ് എഴുതുന്നതും അതിൻ്റെ കുറേ ഇക്വേഷൻസും സിമ്പിൾസ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന കുറച്ച് കൺഫ്യൂഷൻസാണ് അതിൽ ഒരു തടസ്സം എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ക്വിക്കായിട്ട് വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് നൊട്ടേഷൻസ് എന്താണ്, സിമ്പിൾസ് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് നൊട്ടേഷൻ. ഓക്കെ. സോ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു യൂസ് കേസാണ്. അതായത് നമുക്ക് പൊതുവേ നമ്മളിപ്പോൾ ഡേറ്റ ആണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. പർട്ടിക്കുലർലി നമ്മൾ ന്യൂമറിക് ആയിട്ടുള്ള ഡേറ്റ, നമ്പേഴ്സ് വരുന്ന ഡേറ്റ ആയിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ മിക്കവാറും വരുന്നത്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഈ ഡേറ്റനെ നമ്മളൊരു വെക്റ്റർ അല്ലെങ്കിൽ ഒരു അറേ എന്നുള്ള രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പെർസ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അറേ എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ കുറേ ലാസ്റ്റ് ഒരു ആഴ്ചത്തെ ഒരു കമ്പനിയുടെ സെയിൽസ് എത്രയാണ്, എത്ര രൂപയ്ക്കുള്ള സെല്ലിംഗ് നടന്നു, അപ്പം 7 നമ്പേഴ്സ് വരും ഓരോ ദിവസത്തെയും സെയിൽസിൻ്റെ വാല്യൂസ്. ഓക്കെ, അസ്യൂമിങ് സൺഡേ ഈസ് ഓൾസോ സെയിൽസ് ഹാപ്പനിങ് എന്നുള്ള രീതിയിൽ. അതല്ല നമ്മളിപ്പോൾ ഒരു ഗ്രേ സ്കെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ലൈക്ക് ഒരു 1024x768 പിക്സൽ ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും അതൊരു 1024x768 അത്രയും ഡയമെൻഷനിൽ വരുന്ന ഒരു 2D മെട്രിക്സ് അല്ലെങ്കിൽ 2D അറേ ആയിട്ടായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പൊതുവേ നമ്മൾ നമ്പേഴ്സ് വരുന്ന ഇങ്ങനത്തെ അറേസ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിനെ ഒരു വെക്റ്റർ എന്നുള്ള രീതിയിലാണ് അതിനെ പൊതുവേ പറയുന്നത്. മാത്തമാറ്റിക്സ് സൈഡിൽ വരുമ്പോൾ അത് വെക്റ്ററാണ്, പ്രോഗ്രാമിംഗ് സൈഡിൽ വരുമ്പോൾ അത് അറേയാണ്. ഓക്കെ. സോ ഈ ഒരു അറേനെ അല്ലെങ്കിൽ ആ വെക്റ്ററിനെ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ലെറ്റർ സിമ്പിൾ യൂസ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇടും. ഓക്കെ. ആ ഒരു പർട്ടിക്കുലർ അറേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാനായിട്ട് ഇപ്പം സപ്പോസ് 7 എലമെൻറ്റ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിന് ഓരോന്നിനും ഓരോ പേര് കൊടുക്കും. അതായത് V1, V2, V3, V4, V5, V6 ആൻഡ് V7. ഓക്കെ. സോ ഇതിൽ ഈ സബ്സ്ക്രിപ്റ്റ് എന്നുള്ളത് പറയുന്നത് അത് ഫസ്റ്റ് ഐറ്റമാണ്. ഈ പറയുന്ന 7 നമ്പേഴ്സിൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ്. സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഐറ്റമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഡഡ് വെർഷനാണ്. ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും ഇങ്ങനെ നീട്ടി വലിച്ച് എല്ലാ എലമെൻറ്റ്സും എഴുതില്ല. ആദ്യത്തെ 1-2 എലമെൻറ്റ്സ് എഴുതും, 2 എലമെൻറ്റ്സ് എന്തായാലും എഴുതും, കോമ, ദെൻ 3 ഡോട്ട്സ് ഇടും, അഗെയിൻ ഒരു കോമ,
ദെൻ ലാസ്റ്റ് എലമെൻറ്റ് എഴുതും. ഓക്കെ, സോ ഇങ്ങനെ എഴുതിയ അതിൻ്റെ അർത്ഥം V1 V2 കഴിഞ്ഞിട്ട് V3 V4 V5 V6 ഇതിൻ്റെ ഇടയിലുണ്ട്, V7ൻ്റെ മുന്നേ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, ഇനി വേറൊരു നൊട്ടേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ അറേ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാതെ തന്നെ ഒറ്റയടിക്കും വേണമെങ്കിൽ എഴുതാം. ഇപ്പം എക്സ് ആണ് നമ്മുടെ വേരിയബിൾ, വിക്ക് പകരം എക്സ് ആണെന്നുള്ള രീതിയിൽ നിന്ന് അസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും പറയാറുണ്ട്. അതായത് XI എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടും പറയാറുണ്ട്. അപ്പം I എന്ന് പറയുന്നത് ഈ പറയുന്ന അതിൻ്റെ ഡയമെൻഷൻ എത്രയാണോ എത്ര വരെ പോകാം, അതായത് 7 ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ ഡയമെൻഷനായിട്ട് വരും. അപ്പോൾ I റേഞ്ചസ് ഫ്രം 1 to 7 അല്ലെങ്കിൽ 0 to 6 എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, സോ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന യൂസ് കേസ് ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഇൻ അറേ അല്ലെങ്കിൽ ഒരു വെക്റ്റർ എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ക്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ആരോ മാർക്ക് സിമ്പിൾ ഒരു വെക്റ്റർ അല്ലെങ്കിൽ ഒരു അറേ എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇപ്പം XIക്കകത്ത് എനിക്ക് X0 X1 അപ് ടു X5 വരെ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും സം അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ സം വേണം. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണ്. ഇത് ഗ്രീക്ക് ആൽഫബറ്റ്സിൽ നമുക്ക് ABCD എന്ന് പറയുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. സോ ഗ്രീക്ക് ആൽഫബറ്റ്സ് ആണ് മോസ്റ്റ്ലി ഈ പറയുന്ന മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസിന് യൂസ് ചെയ്യുന്നത്. സോ അതിൽ വരുന്ന ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. സോ ഈ ഒരു രീതിയിലും ഇതിനെ എഴുതാറുണ്ട്. അതായത് സിഗ്മ XI എന്ന് എഴുതുന്നത് എന്ന് അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഓരോ എലമെൻസിൻ്റെയും സം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ XI എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് X4 പ്ലസ് X5 ഇങ്ങനെ എഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ എലമെൻസും റിപ്പീറ്റ് ചെയ്ത് എഴുതണമെന്നില്ല. പ്ലസ് ഡോട്ട് 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 പ്ലസ് X5 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഐയുടെ റേഞ്ച് എവിടം തൊട്ട് എവിടം വരെയാണ് പോകുന്നത് എന്നുള്ളത് ഈ സിഗ്മയിൽ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് എടുത്ത് പറയാതെയും നമുക്ക് എഴുതാം. അപ്പം യൂഷ്വലി നമുക്ക് അത് ഏത് റേഞ്ച് തൊട്ട് ഏത് റേഞ്ച് വരെ പോകും എന്നുള്ളത് നമുക്ക് അറിയാം എന്നുള്ള അസംഷനിലാണത് എഴുതുന്നത്. ചിലപ്പം ചില കേസുകളിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് എഴുതിയാലും തെറ്റില്ല. സോ ഈ ഒരു പർട്ടിക്കുലർ 5 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണെന്നുണ്ടെങ്കിൽ സിഗ്മ XI I ഈക്വൽ ടു 1 to 5 ഇങ്ങനെയും എഴുതാറുണ്ട്. സോ ഇത് രണ്ടും ആക്ച്വലി ഈക്വൽ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ സമ്മേഷൻ സിഗ്നൽ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ I ഫ്രം 1 to 5 എന്ന് ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ വേണമെങ്കിൽ 0 to 4 എന്നും കൊടുക്കാം. അപ്പോൾ ഇവിടെ X0 X1 X2 അപ് ടു X4 വരെയായിരിക്കും വരുന്നത്. അത് 0 ഇൻഡെക്സിങ് ആണോ 1 ഇൻഡെക്സിങ് ആണോ എന്നുള്ളതനുസരിച്ചിരിക്കും. പൊതുവേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെല്ലാം സീറോസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 ബേസ്ഡ് ഇൻഡെക്സിങ്ങിലായിരിക്കും. സോ ആ ഒരു രീതിയിലും എഴുതാറുണ്ട്. ഓക്കെ, സോ സമ്മേഷൻ അങ്ങനെ എഴുതാറുണ്ട്. ഇനി സിഗ്മ ഇത് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണ്. സ്മോൾ ലെറ്റർ സിഗ്മയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു ഷേപ്പിലായിരിക്കും വരിക. അത് സമ്മേഷനെ സൂചിപ്പിക്കുന്നതല്ല, അത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെ ആ ഒരു കേസിലാണത് യൂസ് വരുന്നത്. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വരുന്ന വേറൊരു നൊട്ടേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. ഇപ്പം ഇതിൽ X1ഉം X2ഉം എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അതിന് പകരം എനിക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് പകരം എനിക്ക് അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തുള്ള ടോട്ടൽ മൾട്ടിപ്ലൈഡ് റിസൾട്ടാണ് എനിക്ക് ഒരു ഷോർട്ട് ഫോമിൽ ഡിനോട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ നമ്മുടെ പൈ സിമ്പിൾ അതാണ് യൂസ് ചെയ്യുന്നത്. പൈ XI എന്ന് പറയും. ഇവിടെയും I റേഞ്ചസ് ഫ്രം 1 to 5 എന്നോ 6 എന്നോ എടുത്ത് പറയാം. അല്ലെങ്കിൽ വെറുതെ പൈ മാത്രം കൊടുത്താലും I എവിടം തൊട്ട് എവിടം വരെ പോകുന്നു അത്രയും എലമെൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലായിരിക്കും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ എക്സ്പാൻഷൻ വന്നാലും ഇതുപോലെ തന്നെ X1 ഇൻറ്റു X2 ഇൻറ്റു എക്സെട്ര X5 വരെ. ഓക്കെ, സോ ഇതായിരിക്കും അതിൻ്റെ യൂസ് കേസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഈ സിഗ്മയും പൈയും ഒക്കെ കാണുമ്പോൾ ഇതുപോലെ ഒരു സബ്സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേരിയബിളിൻ്റെ രീതിയിൽ കാണുമ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കുക. ഒരു
ഒരു ഷോർട്ട് ഫോം ഓഫ് ആൻ എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലായിരിക്കും അത് യൂസ് ചെയ്യുന്നത്.